ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുൾമിയപ്പ് കേക്കാണ്. പല ഫ്ലേവറിലും ഇത് ഉണ്ടാക്കാറുണ്ട്. ഞാനിന്ന് തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് ട്രഫിൾ പുൾമിയപ്പ് കേക്കാണ്. ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദമാവ് അളന്നിട്ട് കൊടുക്കാം. 240 ml കപ്പിൽ 1/4 കപ്പാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് വയ്ക്കാം. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മാവ് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് 3 പ്രാവശ്യമെങ്കിലും അരിച്ച് വെക്കണം. ഞാനിതിൽ കൊക്കോ പൗഡർ ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ മാവിൽ ഇട്ട് കൊടുക്കണം. 1/4 കപ്പ് മാവും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് വയ്ക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ കേക്ക് ട്രേ ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ചൂട് പാലിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശായിട്ട് ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ചെറുതായിട്ടൊന്നുകൊണ്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച മാവ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യാവും, ഒരുമിച്ചിട്ട് കൊടുക്കരുത്, മാവ് കട്ട പിടിക്കും. കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്, ഒരുപാട് ബലം കൊടുക്കരുത്. നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ ഒന്ന് കട്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോഫി മിക്സ് പാലിൽ മിക്സ് ചെയ്തത് ഒഴിച്ചിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കോഫി മിക്സ് ചെറിയ ചൂടോടുകൂടി വേണം ഒഴിക്കാനായിട്ട്, ഒരുപാട് ചൂടായിട്ട് ഒഴിക്കരുത്, ചെറിയ ചൂടായിട്ട് ഒഴിക്കണം. മാവ് ഇപ്പോൾ ഫോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ട്രേയിലേക്ക് ഒഴിക്കാം. ഞാൻ ഈ കേക്ക് OTGയിലല്ല ഉണ്ടാക്കുന്നത്, ഗ്യാസിലാണ്. ഗ്യാസിൽ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ട്രേ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ചൂടായ പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ട് ഇതിപ്പോൾ 45 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട് ബേക്കാവാനായിട്ട്. വലിയ പാത്രമാണെങ്കിൽ 40 മിനിറ്റ് 35-40 മിനിറ്റ് എടുക്കുമ്പോൾ നന്നായിട്ട് ബേക്കായിട്ട് വരും. ഇതിപ്പോൾ 45 മിനിറ്റ് ആയപ്പോൾ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. കുത്തി നോക്കാം, നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. എടുത്ത് മാറ്റാം. കേക്ക് ഒന്ന് തണുത്ത ശേഷം ഞാനിത് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിൽ 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് ഗനാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗനാഷ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ലൂസായി പോയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇനി കേക്ക് ഞാൻ ഈ പ്ലേറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ കേക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം, പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം.
അതും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയർ കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് നനച്ച ശേഷം വിപ്പിംഗ് ക്രീം വയ്ക്കാം. ഇതുപോലെ 4 ലെയറും ചെയ്തെടുക്കാം. 4 ലെയറും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലും വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഷീറ്റ്, പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. 2 നമ്മൾ ചോക്ലേറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഷീറ്റാണ്, OHP ഷീറ്റാണിത്. അതൊന്ന് 2 ഷീറ്റ് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തതാണ്. അതിങ്ങനെ കവർ ചെയ്ത ശേഷം അറ്റവും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇതൊരു 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് വെളിയിലെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് ഒഴിക്കുമ്പോൾ കുറച്ച് ഈ ഗനാഷ് ഒന്ന് കട്ടിയായി പോയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം. 1 കപ്പ് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ എടുത്തിട്ട് അത്രയും 1.5 കപ്പ് ചോക്ലേറ്റ് അതായിരിക്കണം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ലൂസായിട്ടിരിക്കും. അതിന് മുകളിലായിട്ട് കുറച്ച് കേക്ക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സ്, ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി അതിന് ശേഷം ഈ ഷീറ്റ് ഇതുപോലെ ഒന്ന് പൊക്കുമ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് താഴേക്ക് വരണം. അപ്പോൾ ചോക്ലേറ്റ് ഒന്ന് കട്ടിയായി പോയതുകൊണ്ടാണ് എനിക്കിത് താഴേക്ക് അധികം വരാത്തത്. കുറച്ചൊന്ന് വന്നിട്ടുണ്ട്. എന്നാലും നല്ല ടേസ്റ്റായിരുന്നു ഈ കേക്ക് കഴിക്കാനായിട്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട കേക്കായിരുന്നു. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.